ഇപ്പോഴത്തെ കാലത്ത് സവർക്കറെയോ ഹെഡ്ഗേവാറിനെയോ ഗോഡ്സെയോ ഒക്കെ വിമർശിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സവർക്കറെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പരാമർശിച്ചപ്പോൾ, ഉള്ള സത്യം പരാമർശിച്ചപ്പോൾ സുപ്രീം കോടതി വരെയും ക്ഷുഭിതയാകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് പറയുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ എന്നുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. നമുക്ക് അറിയാം, സ്വാതന്ത്ര്യ സമര സേനാനികളെയും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവിനെയൊക്കെ പറയുകയാണെങ്കിൽ കോടതികൾക്ക് സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പോൾ സവർക്കർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നിരവധി തവണ മാപ്പപേക്ഷ, ഇന്ത്യക്ക് എതിരെ ബ്രിട്ടന് വേണ്ടിയിട്ട് മാപ്പപേക്ഷ എഴുതി കൊടുത്ത ഒരാളാണ് സവർക്കർ. അപ്പോൾ ഈ സവർക്കർ, ഹെഡ്ഗേവാർ, അതുപോലെ തന്നെ ഗോഡ്സെ, ഇതുപോലുള്ളവരെല്ലാവരും നമുക്കറിയാം, അവരുടെയൊക്കെ ചരിത്രം അറിയാം. അവരെല്ലാം ഹിന്ദു രാഷ്ട്രത്തിന് മാത്രമായിട്ട് കുഴലൂത്ത് നടത്തിയവരാണ്. എന്നിട്ട് ഒടുക്കം അവർ പറയുകയും ചെയ്ത് ഇന്ത്യക്കെതിരെ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടൻ്റെ കൂടെ നിന്ന് ഇന്ത്യയെ ബ്രിട്ടനിലേക്ക് ചേർക്കുക, അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ അധീനതയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉള്ളവരെയും കൂടെ ഞങ്ങൾ ചേർത്ത് ശ്രമിക്കും എന്നുള്ള മാപ്പപേക്ഷയിൽ ചേർത്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടിട്ടും ഇതെല്ലാം ചരിത്രം അറിയാവുന്നിട്ടും എന്തുകൊണ്ടാണ് സുപ്രീം കോടതി രാഹുൽ ഗാന്ധി ഇങ്ങനെ വിമർശിച്ചത് എന്ന് ആർക്കും അറിയില്ല. എന്തവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ.